പുരാതന കാലത്ത് തുറമുഖം എന്ന നിലയിൽ പ്രസക്തി ഉണ്ടായിരുന്ന ഒരു പ്രദേശം. രാജവംശത്തിന്റെ കാലത്ത് പായ്ക്കപ്പലുകൾ അടുത്തിരുന്ന ഇടം. പിന്നീട് കുലശേഖരന്മാരും ചോളന്മാരും യുദ്ധങ്ങൾക്ക് കടൽ വഴി ആയുധം എത്തിച്ചിരുന്ന തുറമുഖം. അതായിരുന്നു പുരാതന ചരിത്രത്തിൽ വിഴിഞ്ഞത്തിനുള്ള പ്രസക്തി. 1940കളിൽ തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരും വിഴിഞ്ഞത്ത് തുറമുഖം സ്ഥാപിക്കാനായി ശ്രമം നടത്തി. ഇന്ന് ആധുനിക കാലത്ത് കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ കടൽ വ്യാപാര ഭൂപടത്തിൽ പ്രത്യേക ഇടം നേടുന്ന തുറമുഖമായി മാറാൻ പോവുകയാണ് വിഴിഞ്ഞം. പൂർണ്ണതോതിൽ പ്രവർത്തനം തുടങ്ങുന്നതോടെ സിംഗപ്പൂർ, കൊളംബോ തുറമുഖങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലേക്കുള്ള മദർഷിപ്പുകളിലൂടെയുള്ള ചരക്ക് കൈമാറ്റം വിഴിഞ്ഞത്തേക്ക് കേന്ദ്രീകരിക്കപ്പെടും. അന്താരാഷ്ട്ര കപ്പൽച്ചാലിൽ നിന്ന് വെറും 11 നോട്ടിക്കൽ മൈൽ മാത്രം ദൂരവും സ്വാഭാവികമായി തന്നെ 20 മീറ്ററിലേറെ ആഴവുമുള്ള തുറമുഖം മാരിടൈം ഭൂപടത്തിൽ കേരളത്തിനുള്ള സ്ഥാനം ശക്തിപ്പെടും. കപ്പൽ ക്രൂ ചേഞ്ച്, ബങ്കറിംഗ് എന്നറിയപ്പെടുന്ന ഇന്ധനം നിറയ്ക്കൽ എന്നിവയിലൂടെ വരുമാനം ലഭിക്കാനുള്ള സാധ്യതകളും ഏറെയാണ്. ഒരു ആശയം എന്ന നിലയിൽ നിന്ന് പദ്ധതി പ്രാവർത്തികമാക്കപ്പെടുന്നതിലേക്ക് പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് വിഴിഞ്ഞത്തിന്. സുരക്ഷാ അനുമതി നിഷേധിക്കപ്പെട്ടതു മുതൽ ടെൻഡർ നടപടികളിലുണ്ടായ വിവാദങ്ങൾ വരെ പദ്ധതി വൈകാൻ കാരണമായി. AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കെ തുറമുഖ നിർമ്മാണത്തിന് ടെൻഡർ നേടിയ കൺസോർഷ്യത്തിന് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ അനുമതി നൽകിയില്ല. 2006 അധികാരത്തിലെത്തിയ VS അച്യുതാനന്ദൻ സർക്കാർ തുറമുഖ നിർമ്മാണത്തിന് നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി നിക്ഷേപ സംഗമം നടത്തി. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ലാൻകോ കമ്പനി കുറഞ്ഞ തുകയ്ക്ക് ടെൻഡർ നൽകുകയും ചെയ്തു. ആ ടെൻഡറിന് അംഗീകാരം ലഭിച്ചെങ്കിലും ലാൻകോയ്ക്ക് ചൈനീസ് ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ടെൻഡറിൽ പങ്കെടുത്ത ചില കമ്പനികൾ കോടതിയെ സമീപിച്ചു. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 2010 ഓഗസ്റ്റിൽ തറക്കല്ലിട്ടത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനായിരുന്നു. അതിനു മുൻപ് 2009 ലോകബാങ്ക് അനുബന്ധ സ്ഥാപനമായ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെ സർക്കാർ നിയോഗിക്കുകയും വിഴിഞ്ഞം സീപോർട്ട് ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്ന പേരിൽ കമ്പനി രൂപീകരിക്കുകയും ചെയ്തു. IFCയുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ലാൻഡ് ലോഡ് മോഡലിൽ പദ്ധതി നടത്താൻ തീരുമാനമായി. സംസ്ഥാന സർക്കാർ $1 ബില്യൺ മേൽ തുക നിക്ഷേപിക്കുന്നതിനായിരുന്നു നീക്കം. വെൽസ്പൺ കൺസോർഷ്യത്തിനായിരുന്നു ഇതനുസരിച്ച് നടന്ന ബിഡിങ്ങിൽ തുറമുഖത്തിന്റെ നടത്തിപ്പിന് കരാർ ലഭിച്ചത്. തുടർന്ന് വെൽസ്പൺ സർക്കാരിനോട് 480 കോടി രൂപ ഗ്രാന്റായി ആവശ്യപ്പെട്ടു. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് വ്യവസ്ഥകൾ അനുസരിച്ച് ലാഭകരമല്ലെന്ന് കണ്ടെത്തിയതിനാൽ വെൽസ്പണുമായുള്ള കരാർ പിന്നീട് സർക്കാർ അവസാനിപ്പിച്ചു. ഇതോടെ തുറമുഖ പദ്ധതി തന്നെ ഇല്ലാതായെന്ന മട്ടിലായി കാര്യങ്ങൾ. 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലെത്തുന്നു. തുറമുഖ നിർമ്മാണത്തിനായുള്ള ടെൻഡർ 2013 ക്ഷണിക്കുന്നു. സുനാമി അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ ബാധിച്ച പ്രദേശത്ത് തുറമുഖം നിർമ്മിക്കാൻ വൻകിട കമ്പനികൾ താൽപ്പര്യം കാട്ടിയില്ല. വിഴിഞ്ഞം വന്നാൽ ഇന്ത്യയിലേക്കുള്ള ട്രാൻസ്ഷിപ്മെന്റ് ഇടപാടുകൾ കുറയുമെന്നതുകൊണ്ട് വിദേശ തുറമുഖങ്ങളുടെ സമ്മർദ്ദവും ഒരുപക്ഷെ കാരണമായിട്ടുണ്ടാവാം. ടെൻഡർ നൽകാൻ കമ്പനികൾ ആരും തയ്യാറാകാത്തതിനെ തുടർന്ന് അദാനി പോർട്സുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും തുറമുഖ മന്ത്രിയായ K ബാബുവും ചർച്ചകൾ നടത്തുകയും 2015 പദ്ധതി അദാനിക്ക് കൈമാറുകയും ചെയ്തു. പ്രത്യേക സാമ്പത്തിക മേഖല അനുവദിക്കാനും അവിടെ നിർമ്മാണം നടത്താൻ അടക്കമുള്ള അനുമതി നൽകിയതിനും എതിരെ ഇടതുപക്ഷം സമരം പ്രഖ്യാപിച്ചു. 6000 കോടിയുടെ അഴിമതി ആരോപണമാണ് അന്ന് UDF സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉയർത്തിയത്. അദാനിക്ക് തുറമുഖ നിർമ്മാണത്തിന്റെ ചുമതല നൽകിയതിൽ കോൺഗ്രസിനുള്ളിലും എതിർശബ്ദങ്ങൾ ഉയർന്നുവെങ്കിലും അവിടെ നിന്നാണ് തുറമുഖ പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചത്. പിന്നീട് അധികാരത്തിലെത്തിയ പിണറായി വിജയൻ സർക്കാർ അഴിമതി ആരോപണമുണ്ടെങ്കിലും കരാറിൽ നിന്ന് പിന്മാറുന്നില്ലെന്ന് പ്രഖ്യാപിച്ചു. പിന്നീടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെ തീരത്ത് പ്രതിഷേധങ്ങൾ ആരംഭിച്ചിരുന്നു. 2022 തുറമുഖ നിർമ്മാണം മൂലം മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുന്നവരുടെ പ്രതിസന്ധിയും മത്സ്യലഭ്യത ഇല്ലാതാകുന്നതും ചൂണ്ടിക്കാട്ടി മത്സ്യത്തൊഴിലാളികൾ സമരം ആരംഭിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള സമരം മാസങ്ങളോളം നീണ്ടു. തുറമുഖ നിർമ്മാണം മൂലം കടൽ തീരമെടുക്കുകയാണെന്നും മീനുകൾ കാണപ്പെടുന്ന പാരുകൾ ഇല്ലാതായെന്നും മുതലപ്പൊഴിയിൽ അപകടങ്ങൾ വർദ്ധിക്കുകയാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലേക്ക് നടന്ന മാർച്ച് അക്രമാസക്തമായി. സർക്കാർ നടത്തിയ ചർച്ചയിൽ പിന്നീട് സമരം ഒത്തുതീർപ്പായി. ഒടുവിൽ 2023 ഒക്ടോബർ 12 വിഴിഞ്ഞത്ത് ആദ്യ കപ്പലെത്തി. കണ്ടെയ്നർ ടെർമിനലിലേക്കുള്ള ക്രെയിനുകളുമായി ചൈനയിൽ നിന്നെത്തിയ ഷെൻഹുവ എന്ന കപ്പൽ. ക്രെയിനുകൾ സജ്ജമാക്കിയതിനു ശേഷം ഈ വർഷം ഏപ്രിൽ ആദ്യവാരം വരെ 246 കപ്പലുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. അവയിൽ നിന്നായി 5 ലക്ഷത്തിലേറെ TEU കണ്ടെയ്നർ നീക്കവും നടന്നു. 2024 ജൂലൈയിൽ ട്രയൽ ഓപ്പറേഷനും ഡിസംബറിൽ കൊമേഴ്ഷ്യൽ ഓപ്പറേഷനും തുടങ്ങിയതിനു ശേഷമുള്ള കണക്കാണിത്. വാർഷിക ശേഷി 10 ലക്ഷം TEU ആയി കണക്കാക്കിയിടത്താണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും ചരക്ക് നീക്കം നടന്നിരിക്കുന്നത്. MSC അടക്കമുള്ള വൻകിട ഷിപ്പിംഗ് കമ്പനികളും വിഴിഞ്ഞത്തെ ഹബ്ബാക്കുന്നു. വിഴിഞ്ഞത്തിന് സാധ്യതകൾ ഇനിയും ഏറെയാണ്.